നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ്. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ട സംഭവത്തിലാണ് രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടേതാണ് നടപടി. പ്രതി നേരത്തെയും സമാന സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചു. അറസ്റ്റിനു ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതെന്ന് രാഹുൽ ഈശ്വർ വാദിച്ചു. അതേസമയം കോടതിയുടെ തീരുമാനം അങ്ങേയറ്റം നിർണായകമാണ്. രാഹുൽ ഈശ്വർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ജാമ്യമില്ല, റിമാൻഡിലേക്ക് പോവുകയാണ് രാഹുൽ ഈശ്വർ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സുപ്രധാനമാണ് ഈ കോടതിയുടെ നീക്കം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകളിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. അതിനിടയിലാണ് ഈ അതിജീവിതയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരായ നടപടി ഉണ്ടാവുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിലൂടെ കുറ്റാരോപിതർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിൽ പ്രധാനമായി ഇരിയുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിന് വെളിവാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും കൂട്ടാളികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായി എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. മാത്രവുമല്ല, സമാനമായ തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെയും രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായി മാറിയത് ഇരിയുടെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു നൽകുന്നതിനായി തന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചിരുന്നെന്നും ഈ ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് മറ്റ് പലർക്കും അയച്ചു നൽകിയതായിട്ടുള്ള പ്രാഥമിക വിവരം ലഭിച്ചെന്നും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കുന്നതിനായി ഈ ലാപ്ടോപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദമുഖങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടിയായി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും കോടതിയുടെ തുടർ നീക്കങ്ങൾ എന്നതിന്റെ ഒരു സൂചനമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയും കോടതി ഇന്ന് നടത്തിയിരിക്കുന്ന ഈ ഇടപെടലുകളും പരാമർശങ്ങളും. കാരണം വലിയ തരത്തിൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നും രാഹുലിന്റെ അഭിഭാഷകൻ ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ പരാതി കൊടുക്കുന്ന സമയം മുതൽ തുടർച്ചയായി ഇരയെ അധിക്ഷേപിക്കുകയും പരാതിക്കാരിയെ അധിക്ഷേപിക്കുകയും രാഹുലിനെ അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് തുടർച്ചയായി രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിലും പങ്കെടുത്ത് പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു തരത്തിലും പേര് പറയുന്ന ഒരിടപെടൽ, ഇരയുടെ പേര് പറയുന്ന ഒരിടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം. പക്ഷേ കോടതി ഇത് സംബന്ധിച്ച് നടത്തുന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം ഇതാണ്: ലൈംഗികാരോപണ പരാതികളിൽ ഈ പരാതി നൽകുന്ന ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതകളുടെ ഒരു തരത്തിലുള്ള ഐഡന്റിറ്റിയും അവരുടെ പേരോ മേൽവിലാസമോ സ്ഥലമോ അതല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തരത്തിലുള്ള വിവരങ്ങളും പൊതുസമൂഹത്തിൽ പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ മുഴുവൻ ന്യായങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഈ കേസിൽ എന്നതാണ് സുപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് സൈബർ ക്രൈം പോലീസ് ഇതിൽ സ്വമേധയാ തന്നെ, അതായത് ഇരയുടെ പരാതി ലഭിക്കുന്നതിന് കാത്തു നിൽക്കാതെ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക് കടന്നത്. അതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് 14 ജില്ലാ പോലീസ് മേധാവിമാർക്കും അടിയന്തരമായി ഇരയുടെ ചിത്രം ബോധപൂർവമായ ഗൂഢാലോചനയുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയും ചെയ്യുന്നവർക്കെതിരെ അടിയന്തരമായ നടപടിയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. യെസ്, വളരെ സുപ്രധാനമാണ് ഈ കേസ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന് എന്ത് സംഭവിക്കും എന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ കൃത്യമായ സൂചന കൂടി ഈ കേസിൽ സമാനമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കേസിലും ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. ഡാൻ, ഈ രാഹുൽ ഈശ്വറിന് ഇനി എന്താണ് നിയമസാധ്യതയുള്ളത്? 14 ദിവസവും ജയിലിൽ കഴിയേണ്ടി വരുമോ? അതിനപ്പുറം മേൽക്കോടതിയെ ജാമ്യവുമായി സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ?
അതിനുള്ള സാധ്യത രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാഹചര്യം. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. കാരണം ഈ രാഹുൽ ഈശ്വറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും പ്രാഥമികമായി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വിവരങ്ങളല്ല. പിന്നീട് കൂടുതൽ ചില വകുപ്പുകൾ കൂടി രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തുന്ന സാഹചര്യം വന്നു. പിന്നീടാണ് ഈ കേസിൽ സുപ്രധാനമായി മാറിയേക്കാവുന്ന രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഇന്ന് ഉച്ചയോടെ 11 മണിയോടെ വീട്ടിൽ പരിശോധന നടത്തി. ഏതാണ്ട് 1 മണിയോടെ പരിശോധന അവസാനിപ്പിച്ച് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഈ ലാപ്ടോപ്പിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇരിയുടെ ചിത്രങ്ങൾ ഈ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതായും ആ ചിത്രങ്ങൾ മറ്റ് പലർക്കും ബോധപൂർവം ഇരിയെ പൊതുജന മധ്യത്തിൽ ആരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയത്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിവരം ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ആ ഗൂഢാലോചനയിൽ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് പങ്കാളിയായിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണമായിരിക്കും സൈബർ ക്രൈം പോലീസ് ഇനി നടത്തുക. ഡാൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ അതീവ വേഗതയിലായിരുന്നു ഈ അന്വേഷണം എന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലോ. രാവിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നു, ലാപ്ടോപ്പ് കണ്ടെടുത്തുന്നു. ഈ ലാപ്ടോപ്പിൽ നിന്നും സുപ്രധാനമായ തെളിവുകൾ ലഭിച്ചു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന സൂചന ഉണ്ടായിരുന്നല്ലോ. അതായത് ലാപ്ടോപ്പ് ഫോൾഡറിൽ ഈ യുവതിയുടെ ചിത്രങ്ങളടക്കം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതായത് കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു എന്നുകൂടിയല്ലേ ഈ ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ തെളിയിക്കപ്പെടുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇങ്ങനെയൊരു പരാതി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ ഉടനടി എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ രാഹുൽ ഈശ്വർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിന്. അതായത് ഇത്തരത്തിൽ ഈ പരാതി വരുന്നതിന് പിന്നാലെ തന്നെ യുവതി വിവാഹിതയാണ് എന്ന പരാമർശം പരമാവധി സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിവാഹിതയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഭർത്താവുമൊത്ത് ജീവിക്കുന്ന ഒരാളെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹം ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ഒരു ശ്രമം അവിടെ മുതൽ തന്നെ ബോധപൂർവം തുടങ്ങുകയാണ്. തുടർന്ന് ഇതിനോട് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവുമായി പിറ്റേ ദിവസം സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും പേര് പറയുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി ഇര ആരാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അതായത് സാങ്കേതിക ജ്ഞാനമുള്ള ഒരാൾക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ വിവാഹം നടത്തിയതെന്നും ആ വിവാഹത്തിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നും വളരെ ഡേറ്റ് സഹിതം കൃത്യമായി പറയുന്നതിലൂടെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി ആ ഡേറ്റിൽ വിവാഹം നടന്ന യുവതിക്കൊപ്പം സന്ദീപ് വാര്യർ നിൽക്കുന്ന ചിത്രങ്ങൾ കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ വാളിൽ ഉണ്ടായിരുന്നു, വാൾപേപ്പറായി ഉണ്ടായിരുന്നു. ആ വാളിൽ നിന്നാണ് ഈ ചിത്രം കണ്ടെത്തുകയും അത് സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പ്രചരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് കൃത്യമായി നേരത്തെയുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിലവിൽ സൈബർ ക്രൈം പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ് ഈ ചിത്രങ്ങൾ പ്രചരിച്ചത്. അതിനൊരു അവസരം ഉണ്ടാക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് വാര്യർ ഇടുന്നതിന് മുമ്പ് സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി പരസ്യമാക്കിക്കൊണ്ട് ഈ കേസിൽ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു പൊതു വിലയിരുത്തൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിനായി ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ലാപ്ടോപ്പ് വിശദമായി പരിശോധിച്ചത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിലാണ് ലാപ്ടോപ്പിലെ ഒരു ഫോൾഡറിൽ നിന്ന് യുവതിയുടെ ചിത്രങ്ങൾ സേവ് ചെയ്തിരിക്കുന്നതായും ആ ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് മറ്റ് പലർക്കും അയച്ചു കൊടുക്കാൻ രാഹുൽ ഈശ്വർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തുകയും അത് പ്രോസിക്യൂഷൻ വാദമുഖമായി കോടതിയിൽ അറിയിക്കുകയും ചെയ്തത് പ്രഥമ ദൃഷ്ട്യാ ആ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് കോടതി ഈ കേസിൽ 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വളരെ കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉലച്ചുകൊണ്ടിരിക്കുന്ന
കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിയ തരത്തിൽ അനിശ്ചിതത്വത്തിലാക്കിയ ഒരു കേസാണ്. ആ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തുടർച്ചയായി അനുകൂല പോസ്റ്റുകളും അനുകൂല ചർച്ചകളും നടത്തിക്കൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ പക്കൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ സുശക്തമാണ് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണേണ്ടി വരും. ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അവിടെയും ഒരുപക്ഷെ ഇനിയും മുമ്പോട്ട് വെച്ച ആക്ഷേപങ്ങൾക്ക് ആക്കം പകരുന്ന തരത്തിലേക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഉണ്ടായ ഈ സൈബർ അധിക്ഷേപവും അതോടൊപ്പം തന്നെ അവരുടെ ചിത്രങ്ങൾ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാനായി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയും വലിയ തരത്തിൽ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ കോടതിയുടെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. ഇതൊരു തുടക്കമാകുമോ? അങ്ങനെയെങ്കിൽ മറ്റു പ്രതികൾക്കും വഴിയൊരുങ്ങുന്നത് ഈ സമാനമായ രീതിയിൽ തന്നെയാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉണ്ടാവുന്നു. സന്ദീപ്, ഇതിൽ രാഹുൽ ഈശ്വർ മാത്രമല്ല, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുണ്ട്, മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രജിത പുളിക്കനുണ്ട്, ഒപ്പം ദീപ ജോസഫ്, അഡ്വക്കേറ്റ് ദീപ ജോസഫ് അടക്കമുള്ള അഭിഭാഷകന്റെ പ്രതികരണം. Okay, thank you. Illa vida please. Bail got dismissed. Order is with my junior. You can get it. രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബെയില് പരിഗണനയ്ക്കെടുത്തില്ല, അത് കോടതി നിഷേധിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം നടപടികൾക്ക് ശേഷം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ. ഒരുപക്ഷെ വരും ദിവസവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാകും ഉണ്ടാവുക എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ചില സൂചകങ്ങൾ തരുന്ന നടപടികളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതായത് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമൂഹ മാധ്യമങ്ങൾ ഇത്തരം ഈ പ്രചരണം നടത്തുന്നവർക്ക് വലിയൊരു പ്രോത്സാഹനമായി മാറും എന്നൊരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രോസിക്യൂഷൻ ആ കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയെ തുടർന്നാണ് ഇരയ്ക്കെതിരായ വലിയ സൈബർ അധിക്ഷേപം, സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി തെളിയിക്കണമെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിക്കണം. തുടർന്ന് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നായിരുന്നു ആവശ്യം. അത് കൃത്യമായി കോടതി മുഖവിലക്കെടുത്തതാണ് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഡാൻ, ഇതൊരു തുടക്കം ആകുമല്ലോ. കാരണം രാഹുൽ ഈശ്വർ മാത്രമല്ല, യെസ്, ദീപ രാഹുൽ ദാസ് നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഈശ്വറിന്റെ പത്നി നമുക്കൊപ്പമുണ്ട്. ദീപ, എങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല, എങ്ങനെ കാണുന്നു? അത് ഇത്തിരി ഒരു ഇതായിരുന്നു, ഒരു നിരാശയായിരുന്നു. നമ്മള് ബെയിലിന് നോൺ ബെയിലബിൾ ആയ ഒരു ഒഫൻസ് അതിന്റെ ഉള്ളിൽ അവർ ചേർത്തിട്ടുണ്ട്. അത് നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ബെയില് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത നടപടികളിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ബെയില് ഡിസ്മിസ് ആയതുകൊണ്ട് തന്നെ ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകും തന്നെയാണ് പറയുന്നത്. കാരണം അതില് ബെയില് റിജക്ട് ചെയ്യേണ്ട വിധത്തിലുള്ള ഒന്നും തന്നെ ഇല്ല, അതിനുള്ള എവിഡൻസ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സെക്ഷലി കളേർഡ് ആയ റിമാർക്സ് എന്ന് പറയുന്ന സെക്ഷൻ 75(1) ആണ് ചേർത്തിരിക്കുന്നത്. അതിനുള്ളൊരു ഗ്രൗണ്ട്സ് ഒന്നും ഉള്ളതായിട്ട് എങ്ങും വന്നിട്ടില്ല. എന്നിട്ടും പിന്നെ നമ്മൾ ലാപ്ടോപ്പും കൊടുത്തു, ലാപ്ടോപ്പ് സീസ് ചെയ്തു, എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ റിജക്ട് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹങ്കർ ഇതിന് വേണ്ടിയിട്ട് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് പറഞ്ഞത്. ഇത് ജയിലിൽ അത്തരം ഒരു നിരാഹാര സമരം നടത്തുമെന്നാണോ രാഹുൽ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനപ്പുറം നിയമ നടപടികൾ തുടർന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? മേൽക്കോടതിയിലേക്ക് പോകണ്ടോ? പോകുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി ദീപ, ഒരു കാര്യം കൂടി. ഇതിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പിൽ നിന്നടക്കം പ്രധാനപ്പെട്ട ചില തെളിവുകൾ കിട്ടിയെന്നാണ് പോലീസ് പ്രോസിക്യൂഷൻ ഇന്ന് ജഡ്ജിന് മുന്നിൽ വാദിച്ചത്. തെളിവുകളാണ്, അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളതിന്റെ ഒരു എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് പോലും അവർ പറഞ്ഞിട്ടില്ല ആ റിമാൻഡ് റിപ്പോർട്ടിൽ. അപ്പൊ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അവർക്ക് തന്നെ അറിയില്ല. അപ്പം അത് അവിടെ കോടതിയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ്. ദീപ, ഈ അതിജീവിതയുടെ ആ കുട്ടിയുടെ ഫോട്ടോ രാഹുലിന്റെ മൊബൈലിലോ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിലോ ഉണ്ടായിരുന്നോ? ഇല്ല
ഇല്ല, ഫോട്ടോ കുട്ടിയുടെ അല്ല, ഇതിപ്പം കുട്ടിയുടെ ഫോട്ടോ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ, നമ്മളെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ടില്ല ലാപ്ടോപ്പിനുള്ളിൽ ഉണ്ടോന്ന്. ഇവിടെ ആസ്കിങ് വാസ് ഇറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അത് പുറത്ത് വന്നിട്ടുണ്ടോ, രാഹുലിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഓരോരുത്തരുടെ ലാപ്ടോപ്പിൽ പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ അബൈഡിങ് ബൈ ദി ലോസ് അത് പുറത്ത് വന്നിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമല്ലേ? അത് വളരെ ലെയിമായ ഒരു ആർഗ്യുമെന്റ് അല്ലേ? ശരി, ഈ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തായിരുന്നു ഹാജരായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനാണ്. എന്തെങ്കിലും നിയമസഹായം കിട്ടിയിട്ടുണ്ടോ? അവര് രാഹുൽ മാങ്കൂട്ടൊക്കെ സഹായം നൽകിയിട്ടുണ്ടോ? അല്ല, അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് ഹാവ് എനി കോമന്റ്സ് ഓൺ ദാറ്റ്. നമ്മളൊരു ഇവിടുത്തെ ഏറ്റവും ലീഡിംഗ് ആയ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ ഇതിൽ എൻഗേജ് ചെയ്തേ ഉള്ളൂ. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. എന്തായാലും ഹൈക്കോടതിയിലേക്ക് പോകും അല്ലേ? Yes, definitely. Yes, ദീപ രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ കേസിൽ സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ലാപ്ടോപ്പ് ഒപ്പം തന്നെ മൊബൈൽ ഫോണിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കമുണ്ട്. ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കും മറ്റാളുകളിലേക്കും എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ കഴിഞ്ഞകാല ചില പരാമർശങ്ങളടക്കം പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടി ഇതുകൂടി കോടതി പരിഗണിച്ച് കണ്ടാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇത് രാഹുൽ ഈശ്വർ മാത്രമാണ്. മറ്റൊന്ന് ഇനിയും മറ്റുള്ളവരുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവുണ്ട്. ഒപ്പം തന്നെ ദീപ ജോസഫ് അടക്കമുള്ളവരുടെ അവരോടൊക്കെയുള്ള നീക്കങ്ങൾ. യെസ്, ദീപ രാഹുൽ തോന്നുന്നത് നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ, രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ്, ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ എന്ന് പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പൊ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനി ഒരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നിരാഹാരം അത് 100% ഉറപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണ്. കാരണം അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ നമുക്കൊരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. അത് പച്ച കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് പച്ച കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അത് തന്നെ തെറ്റാണ്. നേരെ വീട്ടിൽ ഒരു ദിവസം 4 മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ വന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു നമ്മൾ നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ലെന്ന്. ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാൾ എന്തിന് കൈപ്പറ്റാതിരിക്കണം? അത് പച്ചക്കള്ളമാണ്. സെഷൻസ് മൂവ് ചെയ്യും, എന്നിട്ട് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. അത് 100% ഉറപ്പാണ്. നിരാഹാരം അനുഷ്ഠിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ അങ്ങനെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഇതിനോടുള്ളൊരു എതിർപ്പുണ്ട് നമുക്ക്. കാരണം എപ്പോഴും എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര എന്ന് പറയുന്നുണ്ട്. ഇര എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. 2 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ 2 വ്യക്തികളിൽ ശരിയും തെറ്റും 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാൾ എങ്ങനെ? അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പൊ ബെയിൽ പോലും റിജക്ട് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ്. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചത്, അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ പോലീസ് വന്നു ഗാഡ്ജറ്റ്സുകളെടുത്ത് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്ല, അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ളൊരു അവസരമില്ല. അപ്പൊ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും. അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ കൊടുത്തു. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ടെന്ന് യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ
എന്നിട്ട് ബെയിൽ കൊടുക്കാന്ന് പറയാം. അത്രയും പോലും ബെയിൽ കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷനിൽ പല റിമാർക്സ് ആണ് വന്നതെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട് എന്തായാലും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം. ദീപ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും അപ്രതീക്ഷിതമാണ് ഈ കോടതി നടപടി എന്നതാണ് അവരുടെ പ്രതികരണം. ഒപ്പം രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം നടത്തും. തനിക്കെതിരെ തെറ്റായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു, തെറ്റായ തെളിവുകൾ നിരത്തുന്നു. ഇതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. പക്ഷേ നിർണായകമാവുന്നത് ഇനി സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തുന്ന സന്ദീപ് വാര്യരുണ്ട്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉണ്ട്, പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവുണ്ട്. ഇവർക്കെതിരെയൊക്കെ സമാനമായ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉണ്ട്. ഇതിനിടയിലാണ് 3-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ മുന്നിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ കേസിലെ മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതേസമയം അതിജീവിതയെ അപമാനിച്ച, അവരുടെ വ്യക്തിത്വം പുറത്തുവിടാൻ ശ്രമിച്ച, അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയാൻ ശ്രമിച്ചവരെയാണ് ഇപ്പോൾ അന്വേഷണത്തുമ്പിലെത്തിയിരിക്കുന്നത്. അവരാണിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരുന്നത്. നാളെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? സന്ദീപ് വാര്യർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഒപ്പം മറ്റ് പ്രവർത്തകർ, ഇവർക്കൊക്കെ നടപടി ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു. പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് സിനിമാ താരത്തിന്റെ കാറിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. രാഹുൽ മുങ്ങിയ ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. രാഹുൽ പാലക്കാട് നഗരം വിട്ടത് CCTV ഉള്ള പ്രദേശം ഒഴിവാക്കിയാണ്. അതേസമയം MLA ഒളിവിപ്പോയ ദിവസം ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച പാലക്കാട് നിന്ന് മുങ്ങിയത് അതിവിദഗ്ധമായി. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ CCTV പരിശോധനയിൽ നഗരത്തിലൂടെയുള്ള രാഹുലിന്റെ റൂട്ട് അവ്യക്തമാണ്. പാലക്കാട് വിടുന്നതിന് 3 ദിവസം മുമ്പേ ഒരു ചുവന്ന പോളോ കാർ എത്തിച്ചിരുന്നു. രാഹുലിന്റെ വീട് നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സിനിമാ താരത്തിൻ്റെതാണ് ഈ കാറെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഫ്ളാറ്റിൽ നിന്നിറങ്ങിയത് മുതൽ രാഹുൽ സഞ്ചരിച്ചത് CCTV ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി. പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ പല വഴിക്ക് സഞ്ചരിച്ചു. നഗരത്തിന് പുറത്ത് ചുവന്ന കാർ സഞ്ചരിച്ച വഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. DVR SIT കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തെന്നാണ് സംശയം. കെയർടേക്കറുടെ മൊഴിയെടുക്കും. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ ഒരു MLA ആണ് ഒളിവിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതേസമയം ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഇന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് തന്റെ പോക്കറ്റിലെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം. രാഹുൽ ഇനി കോൺഗ്രസുകാരനല്ലെന്ന് കെ മുരളീധരൻ നിലപാട് ഘടിപ്പിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ശരിയായ നടപടിയെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനെയും VD സതീശനെയും വിമർശിക്കുന്നവർ കോൺഗ്രസുകാർ അല്ല, അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കില്ലെന്ന് VT ബൽറാമും പറയുന്നു. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ നിയമ പോരാട്ടം നടത്തുന്നവർക്ക് ഒപ്പമാണ്. സൈബർ ആക്രമണം നടത്തുന്നവർ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിങ്ങിൽ ഉള്ളവർ അല്ലെന്നും VT ബൽറാം പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നത് പോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെ
പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസിന് മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. അല്ല, ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. ഇരയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ന്യായീകരിക്കാൻ സാധിക്കില്ലെന്ന് ചാണ്ടി ഉമ്മൻ. അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ കോൺഗ്രസുകാരല്ല. സന്ദീപ് വാര്യർക്കെതിരായ കേസ് അദ്ദേഹം നേരിടുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല, കോൺഗ്രസ്സുകാരും ചെയ്യും. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും, പുള്ളി ഇപ്പോൾ പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിന് വന്നിട്ടുണ്ട്, പുതുപ്പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല. പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്തും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. അത് എനിക്കറിയില്ല, അത് ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി, ഞങ്ങൾ ഒരിടത്തും വിളിച്ചിട്ടില്ല. ഇപ്പം ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അവർ നോക്കണം. ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യർക്കെതിരെ വരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം 5ാം പ്രതിയാണ്. അതൊക്കെ അദ്ദേഹം നോക്കിക്കോളാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കണം. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സഹായമില്ലെങ്കിൽ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അത് കോൺഗ്രസ്സാണ് സംരക്ഷിക്കുന്നത്. കോൺഗ്രസിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇല്ല, സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയാണ് വരുന്നത്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഖാക്കൾക്കോ ഇതിനുമായിട്ട് മാത്രമല്ല, അതിജീവക്കെതിരായിട്ട് മാത്രമല്ല, എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരു ഗുണ്ടാ പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. ലൈംഗിക ആരോപണ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ നാടകമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം. ഇപ്പോഴും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാത്തത് ശബരിമല കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പേ സുവമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എലക്ഷന്റെ 4 ദിവസം മുമ്പേ ഈ അറസ്റ്റിന്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിന്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ കേസെടുത്തതിന് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ സന്ദീപ് വാര്യരെ 4ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. സന്ദീപ് വാര്യരുടെ ചെത്തല്ലൂരിലെ വീട് പൂട്ടിയ നിലയിലാണ്. ഇന്നലെ വരെ സന്ദീപ് ചെത്തല്ലൂരിലുണ്ടായിരുന്നു. അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്.